എത്ര വലിയ മൂലക്കുരു ഉള്ളവരും ഈ ഒരു പാത്രത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ മൂലക്കുരു വന്ന വഴിയെ തിരികെ കയറിപ്പോകും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഔഷധ ചെടി തപ്പിയിറങ്ങിയാണ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ, ഇതൊരു ഇലയാണ്. ഇതും ഒരു ഔഷധം തന്നെയാണ്. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ പുളിയിലാണ് കേട്ടോ. നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, നമ്മുടെ സാധാരണയൊക്കെ നമ്മുടെ ഈ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കത്തില്ല, അതിന്റെ വാളംപുളിയാണ്. വാളംപുളിയുടെ ഒരു ചെറിയ ഒരു പിടിയോളം വരുന്ന രീതിയിലുള്ള ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തപ്പി വന്ന സാധനം എന്ന് പറയുന്നത് ഇവിടെ നിൽപ്പുണ്ട്, നമ്മുടെ സ്വന്തം തൊട്ടാൽവാടി കേട്ടോ. ഇവിടെ ശരിക്കും നിൽപ്പുണ്ട്. ഇപ്പൊ അധികം ഇങ്ങനെ കാണാനില്ല, നമ്മൾ കുറെ തപ്പിയിട്ടാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു തൊട്ടാൽവാടിയും അതുപോലെ നമ്മുടെ ഈ പറയുന്ന പുളിയിലയും വെച്ച് നമ്മൾ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്നറിയോ? നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതിന് തന്നെ നമ്മുടെ ഈ ഒരു മൂലക്കുരു കാരണം ഒരുപാട് പേര് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്തൊരു അസുഖമാണ്. പലരും മടിച്ച് അങ്ങേ അറ്റം പറ്റുമ്പോഴാണ് ശരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നത്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ഈ അങ്ങേ അറ്റം പറ്റുന്നവർ ആരോടും മിണ്ടാതിരിക്കരുത്, ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈദ്യം ചെയ്യാതിരിക്കരുത്. കാരണം നാണക്കേട് കൊണ്ടാണ് പലരും പറയാത്തത്. അപ്പം ഇങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഒരു സാധനം കൂടുകയും നമുക്ക് പിന്നെ ഇരിക്കാനോ നിൽക്കാനോ നമുക്കൊന്നും മനസ്സമാനട്ടെങ്കിലും പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാവും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്നത്, നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് മുള്ളൊന്നും നമ്മുടെ കൈ പറ്റാതെ നമുക്ക് കുറച്ച് തണ്ടൊന്ന് ഒടിച്ചെടുക്കണം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. അപ്പം അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കുറച്ചൊന്ന് ഒടിച്ചെടുക്കട്ടെ. അതേപോലെ കുറച്ചധികം തന്നെ നമ്മളൊരു തൊട്ടാൽവാടി കൊണ്ടുവന്നിട്ടുണ്ട്. പറിച്ചപ്പോൾ ഇത് മൂടോടിഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പം നമുക്ക് അത്രയൊന്നും വേണ്ടത്, ഇത്ര മതി. ഒരു തണ്ടോളം വരുന്ന രീതിയിൽ നമുക്ക് മൊത്തം വേണം. വേരെടുത്തിട്ടില്ല, അതുകൊണ്ട് തണ്ടും ഇലയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതിനോട്ട് നമുക്ക് ഒരു പിടിയോളം വരുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു പുളിയില കേട്ടോ, ഏകദേശം ഒരു ഇത്രത്തോളം പുളിയില കറക്റ്റാണ്. ഇത് നമുക്ക് നമ്മുടെ ഒരു ഇടികലിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ. ഈ ഒരു ഇടികലിനകത്തേക്ക് ഞാൻ ഒരു പുളിയില ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഈ ഒരു തൊട്ടാൽവാടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് ചെയ്യേണ്ടത് അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് ഇടിച്ചെടുക്കണം. അതായത് ഇതിനകത്ത് നിന്ന് നീരൊന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമുക്ക് തന്നെ മറ്റൊരു രീതിയിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഒരു നീരിറങ്ങാനും വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ചതച്ചു കൊടുക്കാം. അപ്പം എന്താ, ഇത്ര മാത്രം മതി. ചതച്ചിട്ട് ഇനി നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ടാണ് ബാക്കി ചെയ്യേണ്ടത്. നമ്മളപ്പോൾ അടുക്കള വന്നിട്ടുണ്ട്. അടുക്കളയിൽ ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഞാൻ വെച്ച് തിളപ്പിക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പുളിയിലയും അതുപോലെ നമ്മുടെ തൊട്ടാൽവാടിയുടെ ആ ഒരു തണ്ടും കൂടെ എടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ എന്ന് പറയാൻ നല്ലപോലെ വെട്ടി തിളച്ചതിനകത്തുനിന്ന് ആ നീര് മുഴുവൻ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ വെട്ടി തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കളറ് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു ഇളം പച്ച കളറിലേക്ക് നമ്മുടെ ആ ഒരു വെള്ളത്തിന്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവ് മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ ഒരു വെള്ളം നമുക്ക് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിക്കാം കേട്ടോ. അങ്ങനെ അരിച്ചൊഴിക്കാൻ പറയാൻ കാരണം, നമ്മൾ ചിലപ്പം തിളപ്പിച്ച സമയത്ത് ഈ തൊട്ടാവാടിയിൽ നിന്നും മുള്ളു വല്ലതും ഇളകിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് അരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടേ. ഇതിപ്പം ഇളം ചൂടുണ്ട്. ഒരു കാരണവശാലും നല്ല ചൂടിലോ ഇളം ചൂടിലോ ഇരിക്കരുത്. വളരെ നേർത്തൊരു ചൂട് കേട്ടോ. നമ്മുടെ കൈ വെച്ചാലോ അല്ലെങ്കിൽ എന്തും നമ്മുടെ ശരീരം കൊണ്ടുകഴിഞ്ഞാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുള്ളെങ്കിൽ മാത്രമേ ഇതെടുക്കാവൂ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. ഇനി നമ്മളിപ്പം ചെയ്യേണ്ട കാര്യം എന്നറിയോ? നമ്മൾ മറ്റൊരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് വേണമെന്നില്ല, ഇത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് വിഷാംശം, അതായത് നമ്മുടെ ഈ ഒരു ചെടിയിലൊക്കെ എന്തെങ്കിലും വിഷാംശം ഉണ്ടായിരുന്നെങ്കിൽ ആ വിഷാംശം പൂർണ്ണമായിട്ടും ഇല്ലാതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നുള്ളു മഞ്ഞപ്പൊടിയായി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് ഒരു സ്പൂൺ വല്ലതും വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് അറിയോ? മൂലക്കുരു ഉള്ളവർക്ക് അറിയാമല്ലോ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ മനസ്സിലായി കാണും. ഇപ്പോൾ മൂലക്കുരു ഉള്ളവർ നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇരിക്കണം. അതായത് രാവിലെയോ വൈകിട്ടോ നിങ്ങളുടെ സമയം പോലെ ഒരു 10 മിനിറ്റ് നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ മൂലക്കുരുവും അതൊരു ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല കുറവ് സംഭവിക്കുകയും അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെ നല്ല നേർത്ത ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. ചൂടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഒരു കാരണവശാലും ചൂടോടുകൂടി ഇരിക്കരുത്. കാരണം നമ്മുടെ ഈ പറയുന്ന രഹസ്യ ഭാഗങ്ങളൊക്കെ പൊള്ളിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിയോ. ഒരാഴ്ച കൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ തൊട്ട് ഈ ഒരു മൂലക്കുരു അല്ലെങ്കിൽ പൈൽസോ അസുഖമോ എന്തൊക്കെയാണെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോ. നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കൊണ്ടുവരുന്നവരേക്കും ബൈ.